ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തൊക്കെ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മുട്ടയൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു 2.5 കപ്പ് അളവിൽ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് എന്ന് പറയുമ്പോൾ 1/2 കിലോ അളവുണ്ടാവും കേട്ടോ. ഇത് നന്നായിട്ട് 3-4 തവണ കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കുതിർക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. കുതിർന്നതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് കളയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഒരു പകുതി ഭാഗം അരി ചേർത്ത് കൊടുക്കുക, 2ആയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. 1/2 കപ്പിൽ ഇത്തിരി കൂടുതലിട്ട് 3/4 കപ്പിൻ്റെ ഉള്ളിലായിട്ട് മതിയാകും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കട്ടിയിൽ അരച്ചെടുത്താൽ മതി. ആദ്യമേ ഒരുപാട് ലൂസാക്കണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം എടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള അരിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെയും ഒരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മളൊരു 1.5 കപ്പ് ചോറാണ് 2.5 കപ്പ് അരിയിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഈ സമയത്ത് തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/2 ടീസ്പൂണിലും കുറച്ച് കൂടുതലാണ് ഇട്ടിട്ടുള്ളത്, വേണമെങ്കിൽ പിന്നീട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊരു കട്ടി കൂടുതലായിരിക്കും. ഈ സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നോക്കുക. അപ്പോൾ ഈ ഒരു ലൂസാണ് കേട്ടോ വേണ്ടത്, ഒരുപാട് കട്ടി കൂടി പോകണ്ട. അതുപോലെ തന്നെ കുറേ ലൂസ് ആവാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇത്തിരി കട്ടി കൂടിയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് ഒരപ്പം ചുട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം കൂട്ടിയിട്ട് മിക്സ് ആക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ലൂസ് ആക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയൊന്നും വേണ്ട. ഈ ഒരു അരി അരച്ച് ഇതുപോലെ റെഡി ആയി കഴിഞ്ഞാൽ വേഗം തന്നെ അപ്പം ചുട്ടെടുക്കാം. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. പാകത്തിന് ചൂടാവുന്ന സമയത്ത് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം മതിയാവട്ടെ. ഒരുപാട് ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം ഇങ്ങനെ ചുരുങ്ങി പോകാനും ചുരുണ്ട് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത് പൊങ്ങി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ സാധാരണ നെയ്പ്പത്തിരിയൊക്കെ പോലെ പെട്ടെന്ന് അങ്ങ് പൊങ്ങി വരില്ല, ഒരു ഇത്തിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. പക്ഷേ കറക്റ്റായിട്ട് പൊങ്ങി വരും കേട്ടോ. നോക്കുമ്പോൾ കറക്റ്റ് ഇതുപോലെ തന്നെ അങ്ങ് പൊങ്ങി വരും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എണ്ണ ചെറുതായിട്ടൊന്ന് അങ്ങ് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഉഷാറായിട്ട് അങ്ങ് പൊങ്ങി വന്നോളൂ. എന്നിട്ടൊരു 3-4 സെക്കൻഡ് കൂടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കാരണം അത് പൊങ്ങി വരുമ്പോൾ തന്നെ അതിൻ്റെ ഉൾഭാഗം ഏകദേശം വെന്തിട്ടുണ്ടാവും. കാരണം കൂടുതൽ സമയം എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഡ്രൈ ആയി പോകും, അതായത് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. നമ്മൾ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് തീ ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. എണ്ണയുടെ ചൂട്, അതായത് ഒരുപാട് ഹൈ ഫ്ലെയിമോ അല്ല പറ്റ ചെറുതിലല്ല, ഒരു മീഡിയത്തിൽ ചെയ്താൽ മതി. ആദ്യത്തെ അപ്പം ചുടുന്ന സമയത്ത് ഒരു ഇത്തിരി സമയം റെഡി ആവാൻ വേണ്ടി എടുക്കും, പക്ഷേ കുഴപ്പമില്ല. രണ്ടാമത്തെ മുതൽ പിന്നെ കറക്റ്റായിട്ട് അങ്ങ് കിട്ടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പൊങ്ങി വരും. അപ്പോൾ ഇങ്ങനെ എണ്ണ തട്ടി കൊടുത്താൽ ഒന്നുകൂടെ അങ്ങ് പൊങ്ങി വരും. പിന്നെ തിരിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. തീ കൂടിക്കഴിഞ്ഞാൽ, അതുപോലെ എണ്ണയ്ക്ക് ചൂട് കൂടുന്ന സമയത്ത് ചിലപ്പം അപ്പം കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ ചട്ടിയിൽ എണ്ണ എടുക്കുന്ന സമയത്ത് ഇത്ര കൂടുതലിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ചുകൂടെ താഴെ മതിയാകും. അന്ന് ഫ്രൈ ആവാനുള്ളത് മതി. ഇത് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. ഈ ഒരു 1/2 കിലോ അളവിൽ നമുക്ക് ഈ വലുപ്പത്തിലുള്ള ഏകദേശം ഒരു 15-16 മുട്ടയപ്പൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എപ്പോഴും ഈ ഒരു മുട്ടയപ്പം ചൂടോടുകൂടെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് വരെ എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറേ മുൻപ് ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളൊരു മുട്ട സുർക്ക എന്ന് പറഞ്ഞിട്ട്. ഏകദേശം അതൊക്കെ പോലെ തന്നെ, പക്ഷേ ഇതിൽ നമ്മൾ മുട്ടയപ്പം എന്ന് പേരുണ്ടെങ്കിൽ മുട്ട ചേർക്കുന്നൊന്നുമില്ല. ഞാനിപ്പോൾ നല്ല ചൂടുള്ള ബീഫ് കറിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. എന്തെങ്കിലും നോൺ വെജ് കറിയുടെ കൂടെയാണ് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കൂടുതലുള്ളത്. അപ്പോൾ കറി ആവുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഗ്രേവി ഉണ്ടാവണം, അതിലിങ്ങനെ കുതിർത്ത് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു അപ്പം ശരിക്കും ഒരു ബീഫ് കറി അതുപോലെ തന്നെ ചിക്കനൊക്കെ വന്നിട്ടുള്ളൊരു കോംബോ ആയിട്ടുള്ളൊരു റെസിപ്പി ഇപ്പോൾ കുറേ മുൻപ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ കുറേ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ റെസിപ്പി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യേണ്ട കാര്യം, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്